മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കലക്കായിരുന്നു. അല്ല, നമുക്കിവിടെ ഒന്നും കൂടി കുഴിച്ചു നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. ഇങ്ങ എവളോ കുത്തിനാലും തണ്ണി കിടക്കാതുങ്ക. ഇടപെട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയ ഏങ്ക ഇങ്ങ ഉണ്മയെ ചൊല്ലക്കൂടാതുങ്ക. മിണ്ടായിരടാ. ചാണ്ടിച്ചാമിയുടെ എതിര് പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാവോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവനല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, പല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അത് മട്ടും ചൊല്ലാതുങ്ക. നാമെല്ലാം മനിത ജാതി. മനിതൻ മനിതനെ കുതവിധാനം ചെയ്യണോ? ആ, ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്നാ വേണം എല്ലാരും. അത് തട്ടേച്ച് മതി. ബാക്കി പണി എന്നാ വേഗം വിളമ്പടി. എനക്കൊടുക്ക ഞാൻ ഓടിക്കട്ടെ. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ, ആനി, ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആണോ? ഈ കൊച്ചിന് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയത്. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇതിന്റെ പാചകമല്ലാം വെസ്റ്റ് കേട്ടോ. ഇവളാളെ ഉള്ളവനോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. ഇനി ഇടമല നോക്കാനില്ല. കൂട്ടാലോ കോഴിക്കറി. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ടുണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കിട്ടിക്കും. ചേരുത്തൊരു പെണ്ണാണേ, ചെമ്മുകിലിൻ നിറമാണേ, പയ്യാരം പറയാതെ പാടെടുക്കണ്ണേ. പൊള്ളാച്ചി ചന്തയിലെ ചാന്ത് ധരിക്കാം, ചിങ്കാര ചിന്തൂര ചിമിഴും നൽകാം. പൊള്ളാച്ചി ചന്തയിലെ ചാന്ത് ധരിക്കാം, ചിങ്കാര ചിന്തൂര ചിമിഴും നൽകാം. സരിഗമതൻ ശ്രുതി വേണം, തിരുമാലിപ്പെണ്ണിന്റെ
ചാണ്ടിച്ചായോ എന്നാടാ ഈ കിടന്ന് കാറിനെ? നമ്മുടെ വാഴ പാദ്യം പോയി ചാണ്ടിച്ചായ. വാഴ പോയെന്നു എന്നുവെച്ചാ കാലത്ത് ചെന്ന് നോക്കുമ്പോ വാഴകൾ പാദ്യം പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ, എടി മേരിയെ, എടാ കുഞ്ഞെടുക്ക, അവന്റെ വാഴയെല്ലാം പിഴുത് കളഞ്ഞെന്ന്. നമുക്ക് പോയി നോക്കാം വാ. ഇതെന്നാ പറ്റിയതാടാ? രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഇതിങ്ക സർവ്വസാധാരണ രാത്രിയിലെ പന്നി പണ്ണ വേല ഇത്. എന്നാ കാട്ടുപന്നികളുടെ പണിയാണ്. ആമാ. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. நீ என் முன்னில வந்து நிக்காது நாயே. வாழை முழுவன் பிடுங்கணும் தானே சொன்னேன். பாதி பிடுங்கிட்டு வந்து நிக்கிறேன். அந்த 3 பேரு அங்கதானே தூங்கிட்டு இருக்குது. வாழை பிடுங்கிட்டு இருக்கும்போது என்னமோ ஒரு சத்தம் வந்தது, அப்படியே ஓடி வந்துட்டேன். அப்ப உங்க அப்பா வந்ததா சத்தம் போடுறதுக்கு? டேய் முட்டாள், ஆம்பளையான தைரியம் வேணும்டா, தைரியம். இன்னைக்கு ராத்திரியில வாழை பூரா பிடுங்கிட்டு நீங்க வா, நான் 100 ரூபாய் கொடுப்பேன். வாழை பிடுங்காம வந்தா வாழை பிடுங்காம வந்தா ஒண்ணுவேன். ഇന്ന് ആ പന്നിയുടെ അന്ത്യ ഇതുകൊണ്ട് വെടിവെച്ചാ ആ പന്നി ചാവുമല്ലോ. എടാ, ഇതുകൊണ്ട് വെടിവെച്ച പിന്നെ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി. പന്നിയെ കിട്ടിയാൽ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചായന്റെ അടുത്തെത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. ശബ്ദം കേട്ട പന്നി വരികയില്ല. അത് പന്നി തന്നെയാ. കൊണ്ട് ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നിയ. മനുഷ്യനല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പ നോക്കടാ, കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിൽ കേട്ടാ എനിക്കറിയാം, ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ പാത്തുക്ക, മാമാ, 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 മാമാ. ஐயோ, நான் வாழை பிடுங்கும் போது அவங்க வெடி வச்சாச்சு. ஒரே ரத்தம் மாமா. அவங்க காப்பாத்துக்க, அவங்க பின்னாடி வந்துட்டே இருக்கு. பின்னாடி வந்துட்டு இருக்கா? ஆமா. அப்ப நீங்க நிக்காது. ஐயோ, எனக்கும் ஆபத்து, எனக்கு பிடி கிடைச்சிடும். எங்கேயாவது போ, போடா. காப்பாத்துக்க மாமா. വെടി പൊട്ടിയതും ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെ കേട്ടത് എന്ന് കരുതി മനുഷ്യനാണെന്നൊന്നും പറയാൻ ഒക്കെയല്ല. ഈ വാഴകൾ പറഞ്ഞിട്ട് ആർക്ക് എന്നാ കിട്ടാനോ പോയി. എന്നാലും പന്നിയുടെ മനുഷ്യന്റെ ശബ്ദം ഒരുപോലെ അല്ലല്ലോ. എനിക്ക് ഉറപ്പായിച്ചേ അത് മനുഷ്യന്റെ കരച്ചിൽ തന്നെയാ. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസത്തെ കാര്യം ഉറങ്ങണ്ട. പന്നിയായാലും മനുഷ്യനായാലും ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാ ഒരു ചെരുപ്പിന്റെ അടയാളവും അവിടെ ഇവിടെയും കാണാനുണ്ട്. തറവാട്ടി പറഞ്ഞ പന്നിയായിരിക്കും, ചിലപ്പോ ചെരുപ്പിട്ടേച്ചും വന്നിണ്ടാവും. വാ. அந்த வேலையில அப்புறம் பண்ணலாம், நீ கொஞ்சம் உள்ளே வா. யாராவது பார்க்க போறாங்க? யார் பார்க்க போறீங்க? வா. ஐயோ, வாடி. வேண்டாங்க. நான் கொடுத்தது சாப்பிட மாட்டியா? சாப்பிடு. மாமா, மாமா, மாமா. மாமா, அயோக்கிய பயலே, புறம்போக்கு, போடா, விட்டு போடா, போ. நீங்க வரக்கூடாது நான் சொல்லலையா? எனக்கு நிக்க முடியல, நடக்க முடியல. பெரிய 2 குண்டு குண்டிக்குள்ள இருக்குதுன்னு தோணுது. நான் இப்ப சாவு மாமா. நீ சாவறது தான் நல்லது. அப்படி சொல்லாதுங்க மாமா. உங்களால தானே எனக்கு இந்த கதி வந்தது. குண்டெடுக்கிறதுக்கு ஆஸ்பத்திரி போனா நம்ம ரகசியம் எல்லாம் வெளியில வந்துடும். உங்களுக்கு ஒண்ணு தெரியுமா? நேத்து ராத்திரி பூரா நான் காட்டுல ஒரு நரிபடையில படுத்தாச்சு. என்னமோ நேத்து நரி அங்க வரல, அதனால தப்பிச்சாச்சு. ஒரு பக்கம் ஒரே வலி, மறுபக்கம் ஒரே பசி. நீங்க நிக்க கூடாது, அதுக்கு பெரிய ஆபத்து. இங்க இருந்து போடா. நான் எங்க போறது மாமா? சுடுகாட்டுக்கு போடா.
மாமா சரி ஊரை விட்டு போயிடு இப்படி இனிமே என் மூஞ்சிலே முழிக்காது. கடவுளை நான் எங்க போறது? கொண்டுடுவேன். என்ன தவிக்க விட்டுட்டு நீங்க முனியம்மா கூட சந்தோஷமா படுங்க. இந்த மாத்திரைய 5 நாள் சாப்பிடணும், தவறக்கூடாது. புரியுதா? சரிங்க. ஏங்க வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு? தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேன். முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா. ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க. ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. எங்க பார்க்கலாம்? നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ? അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞു ഇന്ന് വരാ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ലെന്ന്. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേൽ ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയില്ലാത്ത ജോലിയല്ലേ, മര്യാദ കാണാം. ശരിയാ. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. വാ. ആ കാക്കി ടൗസ് കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലേ ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? മാറ്റി അവന്റെ തുണി മാറ്റാം. എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? ഞാൻ പാക്കലേ. നീ പാത്തു? നീ എന്തിനാ പേടിച്ചോടിയേ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. ഇല്ലക. എന്താണ് അതേ നിലവിളി, അന്ന് വെടിവെച്ച് വേണ്ട അതേ നിലവിളി. താണ്ടേ ഇവരാ നമ്മുടെ വാഴകൾ പിഴുതു കളഞ്ഞ കള്ളപ്പന്നി. പിന്നെ മാമൻ ഏതൊരു തെണ്ടി പളനിച്ചാമി, അവനത്ര കൂലി വാങ്ങണമെന്ന് പറഞ്ഞ് ഇവരും കൊണ്ട് പണിക്ക് വിട്ടത്. ഇവിടെയുള്ള ഉറവമാരെ സിമെന്റ് തടച്ച് ഇപ്പഴേ വാഴയും പിഴുതും. പൊന്ന പരട്ടെ കൂടെ ഒന്ന് ചതിക്കായിരുന്നല്ലടാ. അപ്പൊ ഇവിടെ ഉറവുണ്ടായിരുന്നോ? ഉണ്ട് ചായ. ഞാൻ കാട്ടി കൊടുക്കറങ്ങ. ദയവ് ചെയ്ത് എന്നെ കൊല്ലാടുക്ക. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ട്. എവിടാ ഉറവ? അങ്ങ ഉറവ അങ്ങ ഇരിക്കുങ്ക. ഇവൻ ഉറവ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി പണിയുണ്ട്. ഒന്നിങ്ങ് വന്നേ. എന്നടാ എന്നടാ? അതൊക്കെ വന്നിട്ട് പറയിച്ചായ. വാ. കിട്ടല്ലേ പറഞ്ഞ ഞുണ്ടിക്കാലാ. നീ ഇതിൽ എങ്ങനെ ഇറങ്ങി? വരക്കൂടാതെ കിട്ടിയ വരക്കൂടാതെ 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 വരും. വരക്കൂടാതെ വരക്കൂടാതെ എന്നാ ചതിയവന്മാർ ചെയ്തു? ഇത്രയും വെള്ളം ഇവിടെ ഉണ്ടായിട്ട് ഒന്ന് ഓടി വേഗം വാടാ. വെള്ളമല്ല, ഒരു പുഴ തന്നെ ഉണ്ട് ഇവിടെ. നോക്കടാ. വലിയ அங்க முடியலே.
പഴനിസ്വാമി അല്ലേ അത്? ഇല്ല പളനിസ്വാമി ഇല്ല, വേറെ ആള്. വേറെ ആളല്ലല്ലോ, ഇത് പഴനിസ്വാമി തന്നെ. നീയാ? ഞാൻ നനച്ച നീ വേറെ ആളെന്ന്. അയ്യോ, ഇതെന്നാ പറ്റി? വല്ലയിടത്ത് ഉരുണ്ട് വീണോ? ഉരുണ്ട് വീണ് വീണ് എങ്ങനെ എങ്ങനെ? പോകുമ്പോതേ പശുവില്ല, പശു ഓ காளா எதிரே வந்தது. அது ஒரே சவுட்டு, அப்படியே கீழே விழுந்தது. வரட்டுமா? அம்மா, ஏது காளையா சவுட்டியது? அவளுக்கு எப்படி தெரியும்? பசுமாடு வெற்றி மேல என்ன பேர் எழுதி ஒட்டி வச்சிருக்கா. ஆരുടെ പശുമാടാണെന്നാ ചോദിച്ചത്. ஆளட பசுமாடாடா, உனக்கு என்ன? ஆளை விடம்மா. அம்மா ஆமா, ஒரு விஷயம் கேட்கட்டுமா? என்னதா? எனக்கு ஒண்ணுமே தெரியாது, ஆனா இந்த ஊரிலே எல்லாரும் சொல்லணும். அது சரியா இல்லையான்னு உனக்கு தெரியும். நான் நம்பல, ஆனா மத்தவங்க எல்லாம் சொல்லணும். 2 பேருக்கும் சேர்ந்து ஒரு பொண்டாட்டியா? சாண்டி மைக்கேல் அண்ணன் தம்பி தானே? அங்க பூச்சக்கண்ணி இல்லையா மேரி, அவளு வந்து தண்டாளுக்கும் பாலியா. அந்த வேலை பண்ற இடத்திலே சாண்டியும் மேரியும் என்னென்னமோ தப்பு செய்யணும். யாரோ கண்டு. எதுக்கு இந்த மாதிரி அயோக்கிய பசங்களுக்கு வீடு வாடகை கொடுக்கணும்? இடத்தை காலி பண்ண சொல்லு, போகாம. இல்லைன்னா கெட்ட பயில் உனக்கும் வந்துடும். வரட்டுமா? நல்ல வலி இருக்கா மாமா? என்னமோ இருந்தாலும் நான் உனக்கு மாமா தானே, காட்டி கொடுக்கலாமா? என்ன இந்த கதி ஆக்கிட்டியே? பாரு, நீ நல்லா பாரு, அந்த அயோக்கிய பசங்க என்னை கஜா முஜா அடிச்சாச்சு. மன்னிச்சிடுங்க மாமா, உண்மையை சொல்லலன்னா அந்த சாண்டி சண்டாளன் என்ன உயிரோட விட மாட்டேன்னு சொன்னேன். வெடிகுண்டு பட்ட இடம் பார்த்து பார்த்து ஒதுச்சாச்சு மாமா. ஆனா கூட நீ உண்மையை சொல்லி இருக்க கூடாது. இனிமே சொல்லிட்டு என்ன பிரயோஜனம்? நடக்க வேண்டியது நடந்தாச்சு. நானும் தப்பு பண்ணிட்டேன். நீ வெடிகுண்டு பட்டு பெடாப்பாடுபடும் போது உன்னை நாயா அலைய விட்டேனே, அதுக்கு கடவுள் கொடுத்த தண்டனை இது. மன்னிச்சிடா. அப்படி சொல்லாதுங்க மாமா, உங்களுக்காக நான் உயிரை கொடுப்பேன். நீங்க தான் மன்னிக்கணும். சரி சரி, நம்ம விதி. இனிமே இந்த மாதிரி தப்பொன்னும் பண்ணக்கூடாது. சரி மாமா. ஆனா அந்த சாண்டியை நாம் சும்மா விட மாட்டேன். அவரை வேரோட அழிக்கல, நான் பழனிசாமி கவுண்டர் கிடையாது. அவங்க ஒன்றும் பண்ண முடியாது மாமா. வாய முடுறாயே. നീ ഇവിടെ ഒന്ന് കിടക്കുവന്നോ? എടാ വെയിൽ വാങ്ങി പണിക്ക് പോകണ്ടായോ? അരിച്ചായ മേലെ ആസകളൊരു വേദന, ഇച്ചിരി കുഴമ്പിട്ടൊന്ന് കുടിക്കണം. ഉച്ചയാകുമ്പോ ഞാൻ എത്തിയേക്കാം. അത് മതി, അത് മതി. മേല് വേദനൊന്നും വെച്ചോണ്ടിരിക്കണ്ട. എടി മേരിയേ, എന്നതാ ചായ? വേണ്ട, ഇവന് നല്ല സുഖമില്ലെന്ന്. നീ വേഗം റെഡിയാ, നമുക്കങ്ങ് പോവാം. വാ. എന്തുവാ അസുഖം? അത് മേല് ഭയങ്കര വേദന. അതോ വേറെ വല്ല പരിപാടി ഇട്ടിട്ടുണ്ടോ? ആ, ഇതാ കുഴപ്പം. നീ എന്നെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ സംശയിക്കുമ്പോഴാ എനിക്ക് ചീട്ട് കളിക്കാനും കള്ളുടിക്കാനൊക്കെ തോന്നുന്നേ. അല്ലെങ്കിൽ കുടിക്കത്തേ ഇല്ല അല്ലയോ? ഞാൻ ഇനി സംശയിക്കുന്നില്ല. എന്നാലെങ്കിലും ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുമല്ലോ. ഞങ്ങൾ ഇറങ്ങുവന്നേ. വേഗം വന്നാ. ഇവനിങ്ങനെ പോയാ എന്നെ അടുക്കും എനിക്കറിയത്തില്ലേ. ഇറ്റായം വന്ന പിന്നെ ഉഴപ്പിച്ചിരി കൂടുതലാ. എന്നാടി കഴിയേ? ഓ, അതെ തന്നെ പൊടിയാ. அந்த மருதனுக்கு போய் சொல்லணும். அவன் வேலை பண்ணிட்டு இருக்கும் போது ஒரு நாள் காட்டுக்குள்ள அவன் ஒண்ணுக்கு போனேன். அப்போ அவன் கண்ணாலே பார்த்தேன், அந்த சாண்டி வந்த மேரி இவங்க தப்பு பண்ணிட்டு இருக்கு. இந்த விஷயம் தெரிஞ்சுதான் அந்த மைக்கேல் கொடுக்காருனானது தெரியுமா? அவன் மன நிம்மதியே இல்ல. ஆனா அந்த சாண்டியை ஒண்ணும் பண்ண முடியாது. அவன் ஒரு கொலைக்காரன். இந்த மாதிரி திருட்டு பசங்களை இந்த ஊரிலே வாழ விடக் கூடாது. அதுதான் நான் சொல்றேன்.
തോട്ടത്തിലെ വേലക്കാളിതൊക്കെ കളി എവിടം വരെ തോമസേ? കളിച്ച് നാട്ടുകാർക്ക് മൊത്തം നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണല്ലോ കേൾക്കുന്ന മക്കളെ. എന്നാടാ അറിയത്തില്ലയോ? പറയാൻ എങ്ങനെ അറിയും? ഇതൊക്കെ എങ്ങനെയാ പറയുന്നേ? എന്നാണ് സംഭവം? ചേട്ടനായാലും അനിയനായാലും ഇതുപോലെ തെമ്മാടുത്ത കാണിച്ചാൽ തല്ലിക്കൊല്ലണം. തന്റെ കെട്ടിയോളും ചേട്ടച്ചാരുമായിട്ട് എന്നതാ ഇടപാട്? ഇടപാടോ? ആ, നാട്ടിലൊക്കെ പാട്ടായിരിക്കുക. എന്തോന്ന്? തന്റെ ഭാര്യയ്ക്ക് ചേട്ടച്ചാരുമായിട്ട് അവിഹിതമുണ്ടെന്ന്. എന്നാണോ പറഞ്ഞു? തെമ്മാടിത്തരം പറഞ്ഞ നാവ് ഞാൻ പിടിച്ചെടുക്കും. என்னங்க ஓசி அனுப்பின யாருங்க? ஒரு லெட்டர் இருக்கு. அந்த பாருங்க ஒரு கத்து இந்தாங்க. ആരാണാ? അഡ്രസ് ഇല്ല. കയ്യക്ഷരം കണ്ടിട്ട് തൊമ്മിക്കുഞ്ഞാണെന്നാ തോന്നുന്നു. തൊമ്മിക്കുഞ്ഞിന് തന്നെയാ. എങ്ങനെയാ വിശേഷം? ഒട്ടിക്കട്ടാ. പ്രിയമുള്ള ആന്റപ്പനും കുട്ടപ്പായും മൊയ്തീനും വായിച്ചറിയാൻ വേണ്ടി തൊമ്മിക്കുഞ്ഞ് എഴുതുന്നത്. നിങ്ങൾ സങ്കടപ്പെടരുത്. ചാണ്ടിച്ചായന് കഴിവതും ഈ കാര്യം അറിയിക്കുകയും ചെയ്യരുത്. നമ്മുടെ കോര സാറ് കിടപ്പിലായി ആന്റപ്പ. മിനിയാന്ന് തച്ചമ്പലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. 5 മണിക്കൂർ നേരം കോരസാറ് പ്രസംഗം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കോരസാറിന് എന്തോ ഒരു അസ്കേത തോന്നിയത്. എന്തോ ഒരു വിമ്മിട്ടം പോലെ തോന്നണ തൊമ്മിക്കുഞ്ഞ് കാർ ഏതെങ്കിലും ആശുപത്രിയിലോട്ട് വിടുമെന്നോട് പറഞ്ഞു. കോരസാറ് പൈസയില്ല. ചാണ്ടിച്ചൻ ഈ വിവരം അറിഞ്ഞാൽ ബഹളമുണ്ടാക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടച്ച് ഓടി ഇങ്ങ് പോരും. അതുകൊണ്ട് പുള്ളിക്കാരനെ അറിയിക്കണ്ടെന്നാ പറഞ്ഞത്. കർത്താവിന്റെ അനുഗ്രഹത്തിൽ കോരസാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ കോരസാറിന്റെ രോഗകാര്യം കൂടി ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു എന്ന് സ്വന്തം തൊമ്മിക്കുഞ്ഞ്. എന്റെ ഈശോ ഈട്ടിത്തടി പോലെ ഒന്ന് കോരസാറിന് തന്നെ പറ്റിയതാ. നമുക്ക് ഉടനെ പുറപ്പെടാണ്ടിപ്പോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ചാണ്ടിച്ചാന്റെ വിവരം അറിയിക്കണ്ടായോ? അത് വേണ്ട. തൊമ്മിക്കുഞ്ഞ് പറഞ്ഞ പോലെ ചാണ്ടി തളർന്നു പോകും. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. നമുക്ക് ഉടനെ പോയി വെക്കും. വാ വാ. നിങ്ങളെല്ലാരും കൂടെ എങ്ങോട്ടാ കെട്ടും കിടാരൊക്കെ ആയിട്ട്? മൊയ്തിക്കട പെങ്ങള് സൂര്യണ്ടല്ലോ, അവൾക്കൊരു കല്യാണാലോചന. ആണോ? നല്ല കാര്യം. പക്ഷെ അവൾക്ക് അതിനുള്ള പ്രായമായോളാവേ? ആയി. അവക്കിപ്പം വയസ്സ് 10 പതിനെട്ടായി. പക്ഷെ കണ്ടാ തോന്നുന്നില്ല. അല്ല, കല്യാണം ആലോചനയില്ലേ ആയുള്ളൂ. അതിന് മൊഴി മാത്രം പോയാ പോരെ? എല്ലാരും കൂടെ കല്യാണത്തിന് 4 ദിവസം മുമ്പ് നമുക്ക് ചേർന്നങ്ങ് പോവാം. അല്ല, മൊയ്തിക്ക പോകണമെന്നുള്ളപ്പോ എനിക്കൊരാശ. എങ്കിൽ പിന്നെ നാട്ടിൽ പോയി അമ്മച്ചിനൊന്ന് കണ്ടിച്ചു വരാലോ. ഇവന്മാർ രണ്ടുപേരും പോകുമ്പോ പിന്നെ ഞാൻ മാത്രമായിട്ട് പറഞ്ഞ പോലെ അതും ശരിയാ. എന്നാ പിന്നെ ഞാനും വരാം. കോരെ സാറിനെ കണ്ടു ഒത്തിരി നാളായി. അതല്ല, ചാണ്ടിച്ചായ ഇപ്പൊ വന്നാൽ ശരിയാവുകയല്ല. അനിയച്ചാർക്ക് വാഴക്കാരത്തിൽ ശ്രദ്ധ കുറവാ. ചാണ്ടിച്ചായ വന്നാ നമ്മുടെ ഇതുവരെയുള്ള അധ്വാനം ചുമ്മാ പാഴായി പോകും. ചാണ്ടിച്ചായ ചേട്ടാ, ഇതെന്നാ പണികളാവൂ? നിങ്ങളില്ല, ഞാൻ എങ്ങനെ അവിടെ കഴിയുന്നേ? 1-2 ദിവസത്തേക്കല്ലേ ചായ, അത് കഴിഞ്ഞാൽ ഞങ്ങൾ പറന്നിങ്ങെത്തില്ലേ. ശരി ശരി, എന്നതായാലും ഇത് വലിയ കൊലച്ചതി ആയിപ്പോയി. പിന്നെ ഒരു കാര്യം, 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസം അറിയാമല്ലോ. 4-5 ദിവസം കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിലെ ഉത്സവമാണ്. അത് നമുക്കൊന്ന് കലക്കി പൊരിക്കണം. എന്നാ വേഗം ചെല്ലു. ചെല്ലടാ ചാണ്ടിച്ചായ. ഇതെന്നാ കൊച്ചു പിള്ളേരെ പോലെ? ചുമ്മാ വരാതെ. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇനി വരത്തില്ലയോ? പോയാട്ടെ, 2:30 വണ്ടി പിടിക്കണം. ചെല്, നേരം കളയാണ്ട് പോടാവേ. അപ്പൊ ശരി. ആനയല്ലേ? അതെ. ആരാന്ന് മനസ്സിലായില്ല. അത് മോശമായി പോയി. എനിക്ക് ആനിയെ എത്ര പെട്ടെന്നാ മനസ്സിലായത്? ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഞാനിപ്പോ ആനിയെ കാണുന്നേ. എന്നിട്ടെങ്ങനെ എനിക്ക് മനസ്സിലായി? വല്യമ്മച്ച എന്തിയേ? അത് ശരി, രണ്ടാളും കയറി പരിചയപ്പെട്ടോ? ആള് ഞെട്ടിയിരിക്കേ. ഒരു മുഖപരിചയം ഇല്ലാത്തതും കയറി വന്ന് ആനില്ലെന്ന് ചോദിച്ചാ പിന്നെ ഇച്ചായൻ ആരാന്ന് പറയാതെയോ? അതെ. അപ്പൊ കൊച്ചു പിന്നെ എന്തോ ചെയ്യും? എങ്കിൽ ഞാനിതാ പരിചയപ്പെടുത്തുന്നു, ഇതാണ് എന്റെ സാക്ഷാത് ജോണിച്ചായ. അല്ല, ഇച്ചായ മൈസൂരിന് വരുന്ന വഴിയാ? അതെ അതെ, വഴിയിൽ എന്നാ മണ്ണും പൊടിയാ. ഒന്ന് കുളിക്കണല്ലോടി. അതിനെന്നാ, ഇച്ചായം ഒന്ന് ഉടുപ്പൊക്കെ ഒന്ന് മാറ്. എങ്കിൽ പിന്നെ കുളി കഴിഞ്ഞിട്ട് കാണാം.
എടാ അത് കോഴി തികയില്ല. ഞാൻ പോയി ഒരു 3-4 കൂടെ കൊണ്ടുവന്നാലോ? ഇപ്പോഴോ? വേണ്ടിച്ചേ തികയും. എടാ ദൂരയാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നല്ലേ ജോണി. ഇത്തിരി ഇവിടെ കോഴി ഇറച്ചിങ് ഇടന്ന് പറഞ്ഞാ ഇല്ലെങ്കിൽ പിന്നെ നാണക്കേടാ. ഇച്ചായനെന്തെങ്കിലും വന്നേ? എന്നെയാന്നോ? അല്ല, ജോണിച്ചാൻ വിളിക്കുന്നു, എന്നതോ പറയാനുണ്ടെന്ന്. രഹസ്യം വന്നോടി. അങ്ങനെയൊന്നുമില്ല. ഉണ്ടല്ലോടാ. അപ്പച്ചനോട് പറഞ്ഞ് ജോണിച്ചാൻ വാങ്ങിച്ചു തന്നതാ. എന്നാത്തിനാ? എത്ര നാളങ്ങനെ വാടി വിട്ടി കഴിഞ്ഞ് സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കണ്ടായോ? അതുള്ളതാ. ഇതിപ്പോ 50,000 ഉണ്ട്. ഇതിൽ പാതി കാശ് ജോണിച്ചാൻ്റെ. ആണോ? ജോണിക്കുട്ടിയുടെ ബേക്കറി ഇപ്പൊ നല്ല ലാഭത്തിലാന്നല്ലയോടാ? അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവരിവിടെ കാശില്ലാതെ കിടന്ന് പെടാപ്പാട് വിടുകയായിരുന്നു. നല്ല സമയത്താണ് നീ കാശുമായിട്ട് വന്നത്. നാളെ കാലത്ത് തന്നെ ഇച്ചാനും മടങ്ങി പോണോന്ന്. അതെന്നാ ഇടപാടാടാവേ? 3-4 ദിവസം കഴിഞ്ഞാൽ ഇവിടെ അമ്പലത്തിലെ ഉത്സവാ, ചന്ദ്രോത്സവം. അത് കഴിഞ്ഞിട്ട് നീ പോയാൽ മതി. അയ്യോ, ബേക്കറിയിൽ പണിക്കാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ. ആണോ? എന്നാ നിൽക്കണ്ട, ഇപ്പോഴത്തെ പണിക്കാരല്ലയോ, തട്ടു മുടിക്കും. നമ്മുടെ കോഴി എന്തായി? നീ നല്ല ആളാ. എടാ കാശെടുത്ത്. வானத்திலே எரியுதொரு வட்ட விளக்கு, அத வணங்கிடவே ஏத்தி வச்சோ குத்து விளக்கு. சந்திரன் நமக்கு தெய்வமடி, அத கும்பிட்டு கும்பிட்டு கும்மியடி. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே, மஞ்சள் மணம் பூசி வரும் மார்கழிதல் பைங்கிழியே. தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு, தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு, தெம்மாங்கு தேனே முன்னில் வா வா, தென்பாண்டி கோலமயில் வா. தெம்மாங்கு தேனே முன்னில் வா வா, தென்பாண்டி கோலமயில் வா. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே. വെള്ളിത്തിടമ്പെടുക്കും തിങ്കൾ കുറുമ്പനാന മുമ്പിൽ എഴുന്നള്ളിടും നേരം, ഊരിലിതാ ഉത്സവമായി ഉമ്മകൾ മത്സരമായി. ഊരിലിതാ ഉത്സവമായി ഉമ്മകൾ മത്സരമായി. தெம்மாங்கு தேனே முன்னில் வா நீ வா, தென்பாண்டி கோலமயில் வா. தெம்மாங்கு தேனே முன்னில் வா நீ வா, தென்பாண்டி கோலமயில் வா. சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே. പതുങ്ങി വന്നു നെഞ്ചിൽ ഉരുമ്മി നിന്ന് കാതിൽ കഥ പറയും കാലം. മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട്. മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട്.
மார்கழிதல் பைங்கிளியே தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனே முன்னில் வா தென்பாண்டி கோரமையில் வா தெம்மாங்கு தேனே முன்னில் வா நீ வா தென்பாண்டி கோரமையில் வா. കുഞ്ഞുകുട്ടിച്ചായോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കൂട്ടുകാരൻ പണി പറ്റിച്ചു, രണ്ടുപേരും കാണാനില്ല. ആര്? ചാണ്ടി മൈക്കിളിന്റെ ഭാര്യ മേരിയും ഉത്സവ സ്ഥലത്ത് മുങ്ങി. ഇതെന്നതാ ചേട്ടത്തി കേൾക്കുന്നേ? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്താ കുഞ്ഞുകുട്ടി. ഉത്സവം കഴിഞ്ഞ് സോനുവിനും കൂട്ടി പോരാൻ നേരത്ത് ഞങ്ങൾ മേരിയെ തിരക്കിയതാ, കണ്ടില്ല. അവള് നേരത്തെ മൈക്കിളിന്റെ ഉടഞ്ഞ് പോന്നുകാണെന്ന് വിചാരിച്ചു. നേരം വെളുത്തപ്പോ അമ്മച്ചിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് സോനു ഒരേ തരത്തില്. പിന്നെ അന്വേഷിച്ചപ്പോഴേ അറിഞ്ഞത് ആ ചാണ്ടിയും കാണാനില്ലെന്ന്. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാൻ ഉണ്മയെ ചൊല്ല പോത് യാരും നമ്പല. ആ ആനക്കിட்ட കേള്. ഞാൻ അന്നൊക്കെ ചൊല്ലലയാമാ. മൈക്കിളവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്ന അവരെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത്? ഞങ്ങൾ വാതിൽ കുറെ തട്ടി നോക്കിയാ. ഇല്ല, ചാണ്ടി ഒരിക്കലും ഇങ്ങനൊരു ചെറ്റത്തരം കാണിക്കില്ല. അപ്പൊ നീ താനാ മേരിയെ കടത്തിക്കൊണ്ട് പോനത്? എന്മേലെ ചാടി കയറിട്ട് എന്നെ പ്രയോജനം? കുഞ്ഞുകുട്ടി, உனக்கு ஒரு விஷயம் தெரியுமா? இந்த ஏற்பாடு ஸ்டார்ட் பண்ணிட்டு ரொம்ப நாளாச்சு. நான் என் கண்ணாலே பார்த்தேன், மருது அவன் கண்ணாலே பார்த்தேன். அப்படி எத்தனை பேர் பார்த்தாச்சு? எனக்கு சந்தேகமே கிடையாது. மேரியை கடத்தி கொண்டு போனது அந்த சாண்டி தான். அது உண்மை உண்மை உண்மை. അനി, അവിടെ നിൽക്ക്. അനി, അവിടെ നിൽക്കാൻ. ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതിനുവേണ്ടിയാണ് നിന്നത്രയ്ക്ക് ഞാൻ പള്ളി വന്നത്. അതിന് തന്നെ ഇപ്പൊ ഇവിടെയും വന്നത്. ചാണ്ടി ചതിയനാ, തെമ്മാടിയാ, നെറികെട്ടവനാ. പക്ഷേ നിന്നോട് ഞാൻ എന്ത് നെറികേടാ കാണിച്ചത്? കുഞ്ഞുകുട്ടിച്ചായൻ പറഞ്ഞു നിന്നെ ഞാൻ ചതിച്ചു എന്ന്. അതെപ്പോഴാ, എങ്ങനാ, എവിടെ വെച്ചാ? എന്നെ ആരെയും ചതിച്ചെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഉപദ്രവിക്കാതെ ഇവിടെ നിന്ന് പോയേച്ചാ മതി. അനി, ഒരുപാടടുത്ത് തിരക്കി ഒന്ന് നേരിൽ കാണാൻ. മൈക്കിളിന്റെ ശവടക്കിന് വന്നു പോയി നിറഞ്ഞപ്പോ വലിയ നിരാശയായിരുന്നു. കാണാനൊത്തില്ലല്ലോ എന്നോർത്ത്. എവിടാ അവള്? കെട്ടുവനെയും മോനെയും കളഞ്ഞേച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന ആ നാണം കെട്ട കൂത്തിച്ച് എവിടെയാ ചോദിച്ചത്? ജോണി, നീ നല്ലവനാ. നീ നിന്റെ പെങ്ങളെ സ്നേഹിച്ചവനാ, അവളുടെ കുടുംബത്തെ സ്നേഹിച്ചവനാ. എന്നെ നീ തല്ലിക്കുന്ന നീ ചുമ്മാ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു വിധി നിനക്ക് ഉണ്ടാകരുത്. എനിക്ക് ജയിലിൽ പോകുന്നതാ ഇഷ്ടം. ജോണി, പറഞ്ഞു നോക്കണം. ജോണി, വേണ്ട. ജോണി, പറയുന്നത് കേടാ. ജോണി, വേണ്ടെന്നാ പറഞ്ഞ. ചാണ്ടി അരുത്. നീ എന്നെ തല്ലിയതിൽ ഒരു തെറ്റുമില്ല. എന്റെ കുഞ്ഞെറുക്കന്റെ മകൻ സോനു എന്നെ തല്ലിയില്ലടാ. പക്ഷേ അവൻ തല്ലിയപ്പോ എന്റെ നെഞ്ചാ നേറിയത്.
നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചെയ്യും. ആരും എന്നെ വിശ്വസിക്കല്ല, എന്നെങ്കിലും വിശ്വസിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ല. പക്ഷേ സത്യം മോൻ അറിയണം. മഞ്ഞൾ മണം പൂതി വരും. എന്റെ കോരസാർ മരിച്ചുപോയി. ഇന്ന് കാലത്ത് നാട്ടിൽ നിന്ന് ഇപ്പഴാ ഒരാൾ വന്ന് വിവരം പറയുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല മേരി. ഞാൻ ഉടനെ പോവാ. കുഞ്ഞെടുക്കണേ ഉടനെ. നീ എല്ലാം അവനോട് പറഞ്ഞാ മതി. വെളുക്കും മുമ്പ് എനിക്ക് അങ്ങ് എത്തണം. ഞാൻ പോവാ. കോരസാർ മരിച്ചതിന്റെ സങ്കടവും വിഷമവും ചില്ലറയൊന്നും അല്ലായിരുന്നു. ശവമടക്ക് കഴിഞ്ഞ ആളുകളൊക്കെ പോയി. ഞാൻ പാർട്ടി ഓഫീസിൽ തളർന്നു കിടന്നുറങ്ങുമായിരുന്നു. കുഞ്ഞു നിൽക്കണം. നീ എന്നടാ ഈ നേരത്ത്? എടാ എന്നാടാ എന്നാ പറ്റിയെന്ന്? എടാ എന്നതാണാ ചോദിച്ചേ? നീ രാത്രി ഇങ്ങോട്ട് വന്നേ. മൂന്നുമില്ല അസുഖം ഉണ്ടായോ? അല്ലെ കൃഷിസ്ഥലത്ത് വല്ല കുഴപ്പമുണ്ടായോ? ഞാൻ കൊണ്ടുവരുത്താത്ത വരച്ച നിങ്ങളുടെ ഒന്നും സ്നേഹം കിട്ടാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. എടാ നീ ഒന്ന് മനസ്സിലാവുന്ന ഭാഷ പറ. ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ കർത്താവ് എനിക്ക് തന്നു. സ്നേഹമുള്ളത് വാക്ക് ഞാൻ കേട്ടില്ല, അവരെ ഞാൻ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയത്. എടാ എന്നതാടാ നീ പറയുന്നേ? എന്നതാ എന്നാ 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 ഉണ്ടായി പറ. ചീട്ട് പോറങ്ക. അത് തന്നെ ഞാനും പറഞ്ഞ ചീട്ടടാ. എനിക്കും ചീട്ടട്. കടം പറഞ്ഞുള്ള കളി നിർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ? എന്റെ കാശ് ഇവിടെ അടിച്ചെടുത്തും മറ്റേ ചീട്ടറാ. സൗകര്യമില്ല. സൗകര്യം ഇല്ല. എടോ മാഷേ, തന്റെ കാശ് ഞങ്ങൾ ആരും അടിച്ചെടുത്തിട്ടില്ല. താൻ കളി തോറ്റപ്പോ കാശ് പോയി. ചുമ്മാ കടന്ന് വെള്ളം വെക്കാതെ ഞാൻ സ്ഥലം വിടാൻ നോക്ക്. ഈ മൈക്കലിനൊരുത്തിന്റെ ഓശാരൊന്നും വേണ്ട. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നിന്റെയൊക്കെ കട ഞാൻ വീട്ടിൽ കൂടാ. എന്നാ താനിപ്പോ പോ. നാളെ നേരം വെളുക്കുമ്പോ വന്ന് കളിച്ചാ മതി. അല്ലേ? അങ്ങനെ എനിക്ക് ചീട്ടിടാണ്ട് ഇവിടെ ഒരുത്തരം കളിക്കണ്ടാ പന്നി. എന്റെ കാശ് മുഴുവൻ കള്ളക്കളി കളിച്ച് തട്ടിയെടുത്ത് എന്നെ കളിപ്പിക്കാലെന്ന് നിന്നോടൊന്ന് ദൈവം പൊറുക്കണ പട്ടി. കളി എന്നെ പഠിപ്പിക്കണം. എനിക്ക് കാശ് പുല്ല് കാണിച്ചു തരാ നിന്നെ ഞാൻ. വാണി നീ പൊക്കോ, ഞാൻ വന്നേക്കാം. അവന്മാരെന്നെ ചതിച്ചാടി. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞ് ഓരോരു വേണ്ടാതെ നിങ്ങൾ കാണിച്ചു. എത്ര പറഞ്ഞാൽ ഇച്ചാനും മനസ്സിലാവില്ലെന്ന് വെച്ചാ എന്നാ നീ പറയുന്നേ? അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റുകയല്ല. എന്റെ കാശ് പോയെങ്കിൽ നന്നായി പോയി. ആരെങ്കിലും നിർബന്ധിച്ച കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും ബോധമില്ലാതെ ചീട്ട് കളിച്ച കാശ് പോവും. നീ പറഞ്ഞത് നേരാ. കാശ് വരും പോവും. എന്നാലും നമ്മൾ വീട് പണിയാൻ വെച്ച കാശ് മുഴുവൻ പോയല്ലോ നോക്കുമ്പോ എനിക്ക് കഴിക്കാൻ പറ്റി. എന്നതാ പറഞ്ഞേ? എന്നതാ പറഞ്ഞെന്ന്? കാശ് വരുമ്പോ അതാ ജീവിതം. പക്ഷെ ഒരു കാര്യമുണ്ട്, ചാണ്ടിച്ചായനോട് ഒരു ലക്ഷം മിണ്ടരുത്. ഞാൻ ചാണ്ടിച്ചായനോട് പറയും. ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു. ഇത് വയ്യ. ഓരോരുത്തർ പരിസ്ഥിതി ചാണ്ടിച്ചാൻ പോയേക്കുവാ. തിരിച്ചു വന്നാലുടൻ ഒരു തീർപ്പുണ്ടാക്കി നോക്കൂ. ഓരോ സാറ് മരിച്ചോ? ചാണ്ടിച്ചായൻ എപ്പോ പോയി? എന്നോട് സംസാരിക്കണ്ട.
ചോടിച്ചായി മത്സരം കിടന്ന് ചോര നീരൊക്കെ കൊണ്ടുവന്ന കാശ. സ്ഥലം വാങ്ങാനുള്ള കാശിന് പുറമെയാ അപ്പത്തെ 25,000 വേറെ കൊടുത്തയച്ചത്. അവര് കാശുകാരായോണ്ട് കാശ് കൊടുത്തയച്ചു. പിന്നെ അതിനിപ്പോ ഇത്ര കണക്ക് പറയാണ്ടിരിക്കുന്നു. ജോണിയുടെ പെങ്ങക്ക് കാശ് കൊടുത്തു. നിന്റെ അപ്പൻ അയാളുടെ മോൾക്ക് കാശ് കൊടുത്തു. എനിക്കല്ലല്ലോ തന്ന്. ആണോ? അങ്ങനെയാണോ വിചാരിക്കുന്നത്? എങ്കിൽ പിന്നെ ആ കാശ് കൊണ്ട് ചീട്ട് കളിച്ച് കളയാൻ ഇതെന്തോ അവകാശം? ഞാൻ കൊണ്ടുപോയി എന്റെ ഭാര്യയുടെ കാശാടി. അവൾക്കത് ആര് കൊടുത്തുന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇല്ലേ? ഇല്ല. കാര്യമില്ലേ? ഇല്ല. നിശ്ചാന്റെ ഭാര്യ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും അത് എവിടുന്നാ കിട്ടിയത് നിശ്ചയം ചോദിക്കല്ലേ? നീ പറഞ്ഞ എന്നെ ഉദ്ദേശിച്ചാടി. നീ എങ്ങനെ കാശ് കൊണ്ടുവന്നാലും ഞാൻ ചോദിക്കായിരുന്നോ? എങ്ങനെയൊക്കെ നീ കാശ് കൊണ്ടുവരും? പറയടി, പറയടി, പറയേ. അവിടെ ഇപ്പോ പരന്നിരിക്കുന്ന കഥ വേറെ. കോരസാറ് മരിച്ചിട്ട് ചായം പോയെന്ന് അവിടെ ആർക്കും അറിയില്ലല്ലോ. മേരി ചായനും ഒളിച്ചുപോയതാണെന്ന്. സോനുമോന്റെ മുഖത്ത് പോലും നോക്കാനൊക്കാതായി. അവനോട് ഞാനിതെങ്ങനെ പറയും? ചായ എന്റെ മോനൊരു ചായ മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവനെ പഠിപ്പിക്കണം, പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഉണ്ടായ കാര്യങ്ങൾ എനിക്ക് പോലീസിൽ പറയണം. ഞാൻ മനഃപൂർവ്വം കൊന്നതാണോ, അബദ്ധത്തിൽ പറ്റിയതാണോ ഒക്കെ ഇനി അവരല്ലേ തീരുമാനിക്കേണ്ടത്. മേരി പോയി, അവൻ ജയിലിലും ആവുമെന്ന് മനസ്സിലായപ്പോ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു രൂപമില്ലായിരുന്നു. നീ ആരോടൊന്നും പറയാൻ വേണ്ട, ഒരിടത്തോട്ടും പോകാൻ വേണ്ട. അതുകൊണ്ടൊന്നും മരിച്ചവർ തിരിച്ചു വരാൻ പോണില്ല. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ഇനിയുള്ള നിന്റെ മോന, അവന്റെ ഭാവിയാ. ഒരിക്കലും അപ്പച്ചനോളം വരികയല്ല വല്യപ്പച്ചൻ. നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ കഥയാ ശരി. മേരി മരിച്ചിട്ടില്ല, ചാണ്ടിയുടെ കൂടെ ഒളിച്ചോളിപ്പോയി. മേരിയുടെ ശവശരീരം കണ്ടു കിട്ടാത്തടത്തോളം കാലം ആരും ഒന്നും അറിയാൻ പോണില്ല. ആളുകളുടെ കണ്ണിപ്പെടാതെ ഞാൻ എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതിയല്ലോ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കാം. നമുക്ക് വിഷമിക്കാം. ഒത്തിരി നിർബന്ധിച്ച ഞാൻ അവനെ കൊണ്ടത് സമ്മതിപ്പിച്ചത്. പക്ഷേ എന്റെ കുഞ്ഞേർക്കനും ഇവിടെ കിടന്ന് നശിക്കാമെന്ന് ഞാൻ അറിഞ്ഞില്ല ജോണി. ഞാനൊരു കള്ളനെ പോലെ പല സ്ഥലത്തും അഞ്ഞെടുക്കായിരുന്നില്ലേ. പരിചയക്കാരുടെ കണ്ണിപ്പെടരുതല്ലോ. ഇത്രയും കാലം നിന്റെ അമ്മച്ചി ചീത്തയായിരുന്നല്ലേ നീ വിചാരിച്ചിരുന്നേ? അല്ല, അവളൊരു പാവമായിരുന്നടാ. നേരും നിറയുള്ളവളായിരുന്നു മേരി. എന്നോട് ക്ഷമിച്ചു കള ജോണി. ഇതായിപ്പോ എന്റെ ആകെയുള്ള സമ്പാദ്യം. എവിടെ പോയാലും ഞാൻ മോന്റെ അപ്പച്ചന്റെ വിവരത്തിന് കത്തെഴുതുമായിരുന്നു. അതിന് അവനയച്ച മറുപടികളായതൊക്കെ. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. മോൻ വായിച്ചു നോക്കണം. എന്നിട്ട് വല്യപ്പച്ചനുള്ള വെറുപ്പ് മനസ്സിൽ നിന്ന് കളയണം. നിനക്കെന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അത് വേണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് ഒരു കുറ്റവും നിന്നോട് ഞാൻ ചെയ്തിട്ടില്ല. ഉണ്ടെന്ന് തോന്നുകയാണല്ലേ
ക്ഷമിച്ചുകള. ഞാൻ പോവാ. വരട്ടെ മനുഷ്യ. വല്യപ്പച്ച